ഓശാന നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്, സിയോൻ പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് വിനയാതീതനായി കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളി വരുന്നു. ക്രിസ്തു രാജവീതിയിലൂടെ നടന്നു വരുമ്പോൾ ഇരു സൈഡുകളിൽ നിന്ന് തങ്ങളുടെ കൈകളിൽ ഉണ്ടായിരുന്നതെല്ലാം വാരിയെറിഞ്ഞ് ക്രിസ്തുവിനെ എതിരേൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, വിനയാതീതനായി കഴുതപ്പൊട്ടിയുടെ പുറത്ത് കയറി കടന്നു വരുന്ന ക്രിസ്തു രാജാതി രാജാവായി ജീവിച്ച് വരേണ്ടവൻ, രാജകൊട്ടാരത്തിൽ ജനിക്കേണ്ടവൻ, രാജകീയമായ പ്രൗഢിയോടുകൂടി കടന്നു വരേണ്ടവൻ. എന്നാൽ ക്രിസ്തു ജനിക്കുന്നത് എവിടെയാണ്? കാലിത്തൊഴുത്തിൽ. ജീവിച്ചത് സാധാരണക്കാരുടെ കൂടെ. അവൻ കടന്നു പോകുന്നത് ഏറ്റവും എളിമയുടെ തലമായ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി. സ്നേഹമുള്ളവരെ, വിനയത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എളിമയുടെയും പ്രതീകമാണ് യഥാർത്ഥത്തിൽ ഓശാന നമുക്ക് നൽകുന്ന സന്ദേശം. കാരണം രാജാതി രാജാവായി എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ക്രിസ്തു തൻ്റെ ജനത്തിൻ്റെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നത് എപ്പോഴും വിനയാതീതനായും എളിമയുള്ളവനായും സ്നേഹവും സഹനവും കരുണയുള്ളവനായിട്ടാണ് നമ്മൾ തിരുവചനം മുഴുവൻ കാണുന്നത്. ഓശാനയെ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന വലിയ സന്ദേശവും അതുതന്നെയാണ്. സഹനത്തിൻ്റെയും എളിമയുടെയും വിനയത്തിൻ്റെയും പ്രതീകമായി ഓശാന നമ്മുടെ ജീവിതത്തിൽ മാറണം. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി എളിമയുടെ തലം കാണിച്ചു വരുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വീകരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓശാനയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം. കുരുത്തോലകൾ പിടിച്ച് ഓശാന പാടി നമ്മൾ ആർത്ത് ഉല്ലസിക്കുമ്പോൾ ആ എളിമയുടെയും വിനയത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഇത് നമ്മുടെ ഉള്ളിൽ നിറയുന്നുണ്ട്. അങ്ങനെ നിറയുമ്പോഴാണ് ഓശാന യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ അർത്ഥവത്തായി തീരുന്നത്. എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ ആശംസകൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.